ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ലോവർ ഫോംസിൽ നടക്കുന്ന അസെക്ഷൽ മെത്തേഡ്സ് അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചും അതേപോലെ ഹയർ ഫോംസിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രക്ചറിനെ കുറിച്ചും വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ NCERT അല്ലെങ്കിൽ SCERT ടെക്സ്റ്റിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ വരുന്ന ചില ക്വസ്റ്റ്യൻസുകളുണ്ട്. അതേപോലെ അതിൽ വരുന്ന നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറയാതെ പോയ മറ്റു കുറേ ടോപ്പിക്സിനെയും കൂടെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവരെയും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചിരുന്നു. അതിൻ്റെ പ്രത്യേകതകളും അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നും അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. അപ്പോൾ ആ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റിൽ 7ാമത്തെ പേജിൽ മാറ്ററിനുള്ളിൽ നമ്മുടെ ടെക്സ്റ്റിലെ കണ്ടൻറ്റിനുള്ളിൽ 1-2 ചോദ്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ചോദ്യം ഇതാണ്: ഈസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഓൾസോ എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഒരു തരത്തിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. നമ്മൾ എന്താ ആൻസർ ചെയ്യും? നമുക്കറിയാം, നമ്മൾ ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിന് എന്ത് ആൻസർ എഴുതണമെന്നുള്ള ഒരു ധാരണ നമുക്കിപ്പോൾ ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ആൻസർ എഴുതും? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഒരു തരത്തിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ അല്ലയോ? എന്താ ആൻസർ? ഏതായിരിക്കും? യെസ് അല്ലേ? അത് ഏത് ആണ്? ഇറ്റ് ഈസ് ആൻ അസെക്ഷൽ മെത്തേഡ് അല്ലേ? ഇനി അത് അസെക്ഷൽ മെത്തേഡ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഒക്കേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്തുണ്ടാകണം? അവിടെ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ വേണം, വേണ്ടേ? ദ ഫോർമേഷൻ ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഡസ് നോട്ട് ഇൻവോൾവ് 2 parents ആൻഡ് ഗാമേറ്റ് ഫോർമേഷൻ. ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഉണ്ടാകാനായിട്ട് എത്ര പേരൻറ്റിൻ്റെ ആവശ്യമില്ല? 2 പേരൻറ്റിൻ്റെ ആവശ്യമില്ല, അതേപോലെ ഗാമേറ്റ് ഫോർമേഷൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം എ സിംഗിൾ പേരൻറ്റ്. ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആരിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ഒരു സിംഗിൾ പേരൻറ്റ്. അതുകൊണ്ട് അത് ഏത് പ്രോസസ്സാണ്? ഇറ്റ് ഈസ് ആൻ അസെക്ഷൽ മെത്തേഡ്. കാര്യം പറഞ്ഞ പിടിയിട്ടുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് പറയാം. ഈസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഓൾസോ എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ അസെക്ഷൽ മെത്തേഡ് ആണെന്നോ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ആണെന്നോ ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ എഴുതും? യെസ്, vegetative reproduction occurs with the help of a vegetative propagule. The formation of vegetative propagule does not involve 2 parents and gamete formation. It is formed from a single parent, so it is an asexual method. ഇത്രയും ഡീറ്റെയിൽഡ് എഴുതണമെന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെഴുതിയാലും മതി. ഈ പറയുന്ന 2 പേരൻറ്റ് ഇൻവോൾവ് അല്ല എന്നുള്ള കാര്യം എഴുതാം. അതേപോലെ നമുക്ക് എന്തും എഴുതാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഉണ്ടാകുന്നത് ഒറ്റൊരു പേരൻറ്റിൽ നിന്നാണ് എഴുതിയാലും അതിൻ്റെ റീസണായി അല്ലേ? കാര്യം പറഞ്ഞ പിടികിട്ടല്ലോ. അപ്പം അത് എഴുതി വെക്കുക. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഓക്കെ. ദെൻ മറ്റൊരു ചോദ്യമാണ്: ഈസ് ദ ടേം ക്ലോൺ ആപ്ലിക്കബിൾ ടു ഓസ്പ്രിങ് ഫോംഡ് ബൈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ക്ലോൺ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. വിളിക്കാൻ പറ്റുമോ? ചിന്തിച്ച ആൻസർ. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഏത് മെത്തേഡാണ്? ഇറ്റ് ഈസ് ആൻ അസെക്ഷൽ മെത്തേഡ് അല്ലേ? അങ്ങനെ പറയാൻ കാരണം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഫോം ചെയ്യാൻ എത്ര പേരൻസ് മതി? ഒറ്റൊരു പേരൻറ്റ് മതി. അപ്പോൾ ആ പേരൻറ്റിൽ നിന്നുണ്ടാകുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ വഴി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം എങ്ങനെ ആയിരിക്കും? മോർഫോളജിക്കലായിട്ടും ബാഹ്യ രൂപത്തിലും ജനറ്റിക്കലായിട്ടും ജനിതക കാര്യങ്ങളിലും ആർക്ക് സിമിലർ ആയിരിക്കും? പേരൻറ്റിന് സിമിലർ ആയിരിക്കും. സോ ദാറ്റ് പ്രോഡക്ട്സ് ആർ ഓൾസോ കോൾഡ് ആസ് ക്ലോൺസ്. ആ പ്രോഡക്ട്സിനെ നമുക്ക് ഏത് പേരും എന്ന് വിളിക്കാം? ക്ലോൺസ് എന്ന് വിളിച്ചുകൂടെ? മനസ്സിലായേ? അപ്പോൾ ഏതാണ് നമ്മൾ പറഞ്ഞത്? ഈസ് ദ ടേം ക്ലോൺ ആപ്ലിക്കബിൾ ടു ഓസ്പ്രിങ് ഫോംഡ് ബൈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ആൻ അസെക്ഷൽ മെത്തേഡ്, സോ ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി എ സിംഗിൾ പേരൻറ്റ്. ദ ഓസ്പ്രിങ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദാറ്റ് സിംഗിൾ പേരൻറ്റ് ഈസ് മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ടു ദാറ്റ് പേരൻറ്റ്. സോ ദ പ്രോഡക്ട്സ് ആർ ദ ഓസ്പ്രിങ്സ് ഫോംഡ് ഫ്രം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻസ് ആർ കോൾഡ് ആസ് ക്ലോൺസ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഏത് പേര് വിളിക്കാം? ക്ലോൺസ് എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആയ കാര്യം പറഞ്ഞേ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ തന്നാൽ ആൻസർ ചെയ്യാൻ ഓർത്ത് വെച്ചോളൂ. ടെക്സ്റ്റിലെ കണ്ടന്റിനുള്ളിൽ പറയുന്നതാണ്, നോക്കി പോവുക. അടുത്തൊരു കുഞ്ഞൊരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനും അതേപോലെ നമ്മുടെ ബോർഡ് എക്സാമിനും ഒക്കെ ചോദിക്കാറുള്ളതാണ്. ഒരു MCQ ആയിട്ട് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ചോദ്യം. വിച്ച് പ്ലാന്റ് ഈസ് കോൾഡ് ആസ് ടെറർ ഓഫ് ബംഗാൾ ഓർ സ്കോർജ് ഓഫ് വാട്ടർ ബോഡീസ്? ബംഗാളിലെ ടെറർ എന്നറിയപ്പെടുന്ന പ്ലാറ്റ്ഫോം ഏത്? അതല്ല, സ്കോർജ് ഓഫ് വാട്ടർ ബോഡീസ് എന്നറിയപ്പെടുന്ന പ്ലാറ്റ്ഫോംസ് ഏത്? സ്കോർജ് മീൻസ് വിപത്ത് എന്നാണ്, ജലാശയങ്ങളുടെ വിപത്ത് എന്നറിയപ്പെടുന്ന സസ്യം ഏത്? നമുക്കറിയാവുന്നതാണ്. നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് പഠിച്ചപ്പം സ്റ്റെമ്മ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് ആക്ട് ചെയ്യുന്നതിന് എക്സാമ്പിളായിട്ട് നമ്മൾ സബേരിയൽ സ്റ്റെമ്മിൽ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് സബേരിയൽ സ്റ്റെമ്മ് പഠിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായ ഓഫ്സെറ്റ് പഠിച്ചിരുന്നു. അപ്പം ആ ഓഫ്സെറ്റിന് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ച ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഏതാണ്? വാട്ടർ ഹയാസിന്ത്. ആരാണ്? വാട്ടർ ഹയാസിന്ത്, കുളവാഴ എന്നറിയപ്പെടുന്നത്. ആ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ഏത് പേരിട്ട് അറിയപ്പെടുന്നത്? ടെറർ ഓഫ് ബംഗാൾ, അല്ലെങ്കിൽ ഏത് പേര് വിളിക്കും? സ്കോർജ് ഓഫ് വാട്ടർ ബോഡീസ് എന്ന് വിളിക്കും. അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്, വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഐക്കോർണിയ ക്രാസിപ്സ്. ഏതാണ്? ഐക്കോർണിയ ക്രാസിപ്സ്. പഠിച്ചു വെച്ചോണം. നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടാതെ നമുക്ക് ഈ വർഷം എൻവയൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ബോട്ടണിയിലെ ലാസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്ററായ ഈ എൻവയൺമെന്റൽ ഇഷ്യൂസിനകത്തും ഐക്കോർണിയ ക്രാസിപ്സ് എന്നുള്ള നെയിം വരുന്നുണ്ട്. അവിടെയും ടെറർ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ എ പ്രോബ്ലമാറ്റിക് അക്വാട്ടിക് വീഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കും. അതേപോലെ നമ്മൾ ബയോഡൈവേഴ്സിറ്റിക്കകത്തും കേൾക്കുന്നുണ്ട്. എക്സോട്ടിക് സ്പീഷീസിന് എക്സാമ്പിളാണ്. ദാറ്റ് മീൻസ് ഇത് ഇവിടുത്തെ പ്ലാന്റ് അല്ല, ഇറ്റ് ഈസ് ആൻ ഇൻട്രൊഡ്യൂസ്ഡ് വൺ, പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്തുകൊണ്ട് ഇതിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് പ്രോബ്ലമാറ്റിക് അക്വാട്ടിക് വീടാണെന്നൊക്കെ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൂടെ പറഞ്ഞ് നമുക്ക് കാര്യം നിർത്താം. അപ്പം അതിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇവനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കാൻ കാരണം ഇവൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഇൻവേഴ്സീവ് അക്വാട്ടിക് വീഡ്. ഇൻവേഴ്സീവ് മീൻസ് ഫാസ്റ്റ് ഗ്രോയിങ്, വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു അക്വാട്ടിക് വീടാണ്. which is found growing in stagnant water bodies or standing waters. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, അതായത് ചലിക്കാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ആര് പിടിച്ചു വരുന്നത്? ഇവൻ പിടിച്ചു വരുന്നത്. ഇറ്റ് ഈസ് എ ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാറ്റ്ഫോം. വെള്ളത്തിന് മുകളിൽ കൂടെ ഒഴുകി നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഏതെന്ന് നമുക്ക് പറയാം, ഈ ഐക്കോർണിയ ക്രാസിപ്സ് അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്ത്. ഓക്കെ, പിന്നെ ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെജിറ്റേറ്റീവ്ലി വളരെ ഫാസ്റ്റായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. അതായത് വളരെ ഫാസ്റ്റായിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് ജലാശയങ്ങളുടെ സർഫസ് കംപ്ലീറ്റ് ഇവനങ്ങ് കവർ ചെയ്യും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. പിന്നെ ഇവനെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്ന ആ ടൈമിൽ, ഇന്ത്യയിൽ ഭരിച്ചിരുന്ന ആ ടൈമിൽ ഇവനെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട്. ഏതായിട്ടാ? ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട്, ഒരു ഗാർഡൻ പ്ലാന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. ഇത് ബംഗാളിലോട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായ? അവിടുത്തെ വാട്ടർ ബോഡീസിൽ അല്ലെങ്കിൽ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലോട്ട് ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം, ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു കാരണം അതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടിട്ടാണ്. അതായത് പെയിൽ വയലറ്റ് അല്ലെങ്കിൽ ഒരു ആ ലൈറ്റ് കളറിലുള്ള ക്ലസ്റ്ററായിട്ട് കൊലയായിട്ട് പിടിക്കുന്ന പൂവ് കണ്ടിട്ടും, അതേപോലെ അതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് ഒക്കെ കണ്ടിട്ട്, ലീഫിൻ്റെ പീറ്റിയോളൊക്കെ ഇച്ചിരി സ്വള്ളനാണ്, വീർത്തിരിക്കുന്ന പീറ്റിയോളാണ്. അതിൻ്റെ ഭംഗി, ലീഫിൻ്റെ ഷേപ്പും അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, ക്ലസ്റ്ററായിട്ട് പിടിച്ചു വരുന്ന ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സും കണ്ടിട്ടാണ് ഇവനെ എന്തായിട്ട് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് അന്ന് ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇവനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ ബാഡ് ഇഫക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ, ഇവൻ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞിരുന്നു, ഇവൻ വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വളരെ വേഗത്തിൽ ഫാസ്റ്റ് ഗ്രോയിങ് ഒരു അക്വാട്ടിക് വീടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. വളരെ ഫാസ്റ്റായിട്ടുള്ള ജലാശയങ്ങളിലെല്ലാം ഇവൻ എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അത് ബംഗാളിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഏകദേശം പല സ്ഥലങ്ങളിലുള്ള വാട്ടർ ബോഡീസിലോട്ട് ഇവൻ സ്പ്രെഡഡ് ആകാൻ തുടങ്ങി. മനസ്സിലായി? പിന്നെ ഇവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബാഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ വളരുന്ന വെള്ളത്തിൽ ഏത് വാട്ടർ ബോഡീസിലാണോ ഇവൻ വളർന്നു വരുന്നത് ആ ജലാശയത്തിലെ ഓക്സിജൻ്റെ അളവ് ഇവൻ എന്ത് ചെയ്യും? ഗണ്യമായി കുറയ്ക്കും. ഇറ്റ് വിൽ ഡ്രെയിൻ ഔട്ട് ദ ഓക്സിജൻ ഫ്രം ദ വാട്ടർ ബോഡി ഇൻ വിച്ച് ദേ ലീവ്. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് അതിൽ വളരുന്ന ജീവജാലങ്ങൾക്ക്, ഫിഷസും മറ്റ് ആനിമൽസിനും അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കും ഓക്സിജൻ ലഭ്യമാകാതെ അവരെന്ത് ചെയ്യുന്നു? മരണപ്പെടുന്നു, അല്ലെങ്കിൽ അവിടുന്ന് പലായനം ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഏത് നമ്മുടെ ഐക്കോർണിയ ഏത് പേര് വിളിക്കാൻ കാരണം? ടെറർ ഓഫ് ബംഗാൾ, അല്ലെങ്കിൽ ഏത് പേര് വിളിക്കുന്ന ജലാശയങ്ങളുടെ വിപത്ത് എന്ന് വിളിക്കാൻ കാരണം, സ്കോർജ് ഓഫ് വാട്ടർ ബോഡീസ് എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇവനെ ഇത്ര ഫാസ്റ്റായിട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തുന്ന പ്രൊപ്പഗ്യൂൾ ഏതാണ്?
ഇവൻ്റെ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്താനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്, അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഏതാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതിന് എക്സാമ്പിളായിട്ട് നമ്മളിത് പഠിച്ചേക്കുന്നത് ഓപ്സെൻ. ഓക്കെ, ഐക്കോർണിയ ഓർ വാട്ടർ ഹയാസിൻ ഈസ് വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് ബൈ ഓപ്സെറ്റ്. ഏതാണ് ഓപ്സെറ്റ്? ഇറ്റ് ഈസ് എ മോഡിഫൈഡ് സബേരിയൽ സ്റ്റം. ഓക്കെ, കാര്യം പറഞ്ഞ പിടി കിട്ടി കാണുമല്ലോ. അപ്പോൾ ഓർത്ത് വെച്ചണം, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ടോപ്പിക്കായിട്ട് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അതിൻ്റെ ടൈപ്സും മെത്തേഡ്സുകളും എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് പാര, അതായത് 8ാമത്തെ പേജിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സൈഡ് ഹെഡിങ് ഉണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ പാരഗ്രാഫിനകത്ത് 1-2 സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പറയുന്നുണ്ട്. നമുക്ക് പിന്നീട് ആവശ്യം വരും. അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന 1-2 സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് വായിച്ചു വെക്കുക. നമുക്ക് ആ ടോപ്പിക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. അതിൽ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇൻ ഓർഗാനിസം വിത്ത് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ ലൈക്ക് ആൽഗെ ആൻഡ് ഫഞ്ചി. നമുക്കറിയാം വളരെ സങ്കീർണതയുള്ള ശരീരങ്ങളില്ലാത്ത വളരെ പ്രിമിറ്റീവ് ഫോംസ്, അതായത് താലോയിഡ് ബോഡി ഫോംസ് ഒക്കെ കാണിക്കുന്ന പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ആരൊക്കെ? ആൽഗെ, ഫഞ്ചി പോലുള്ള മെമ്പേഴ്സ്. അങ്ങനത്തെ മെമ്പേഴ്സിൽ നമുക്കറിയാം 2 ടൈപ്പിലെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാ? അസെക്ഷുവൽ മെത്തേഡും ഉണ്ട്, സെക്ഷുവൽ മെത്തേഡും ഉണ്ട്. ഈ പറയുന്ന ലോവർ ഫോംസുകൾ സാധാരണ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് അവന് ജീവിക്കാൻ അനുകൂലമായ സീസണിലാണ്. മനസ്സിലായി? സോ asexual reproduction is the common method of reproduction seen in these lower forms. അവന്മാരിൽ സർവ്വസാധാരണമായിട്ട് അവന് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങളിൽ അവൻ പ്രിഫർ ചെയ്യുന്ന റീപ്രൊഡക്ഷൻ ആണ് ഏതെന്ന് പറഞ്ഞേ? അസെക്ഷുവൽ മെത്തേഡ്. എന്നാൽ അവൻ സെക്ഷുവൽ മെത്തേഡ് നടത്തുന്നുണ്ട്. അത് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങളിലല്ല, അവന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് അവൻ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് റീപ്രൊഡക്ഷൻ നടത്തുന്നത്? സെക്ഷുവൽ മെത്തേഡ്. ഓക്കെ, അതാണ് നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇറ്റ് ഓപ്പറേറ്റ് സെക്ഷുവൽ മെത്തേഡ് ജസ്റ്റ് ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് അഡ്വേഴ്സ് കണ്ടീഷൻ. അഡ്വേഴ്സ് കണ്ടീഷൻ, അവന് ജീവിക്കാൻ പറ്റാത്ത അൺഫേവറബിൾ സീസൺ വരുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഏത് റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുക? സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സൈഗോട്ട്, ആൽഗയിലൊക്കെ ആണെങ്കിൽ ആൽഗയിലും ഫഞ്ചിയിലും ഒക്കെ സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് അണ്ടർഗോ എ സർട്ടൻ പീരീഡ് ഓഫ് റെസ്റ്റ്. കുറച്ച് നാൾ അവൻ വിശ്രമിക്കും. ആ വിശ്രമിക്കുക എന്ന് പറയുന്ന ഏത് കാലഘട്ടമാണ്? ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടങ്ങളിലാണ്. അതായത് ആ സൈഗോട്ട് അല്ലെങ്കിൽ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടായ യൂണിസെല്ലുലാർ ആയിട്ടുള്ള സൈഗോട്ട് അവൻ്റെ ചുറ്റും കട്ടി കൂടിയ സെൽ വോൾ സെക്രീറ്റ് ചെയ്തിട്ട് ഇനാക്റ്റീവായിട്ട് അങ്ങനെ ഇരിക്കും. മനസ്സിലായി? എപ്പം ഫേവറബിൾ സീസൺ വരുന്നു അന്നേരം ഈ സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പുതിയ ഓർഗാനിസം, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിട്ട് അത് മാറുന്നത്. മനസ്സിലായി? അപ്പം ഈ ഇങ്ങനത്തെ ലോവർ ഫോംസ് ആയിട്ടുള്ള ആൽഗയിലും ഫഞ്ചിയിലും, അതായത് in organism with a relatively simple organization like algae and fungi, they show both sexual and asexual method. But asexual reproduction is the common method of reproduction shown by these organs. അവൻ നടത്തുന്ന കോമൺ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ഏതാണ്? അസെക്ഷൽ ആണ്. അതേപോലെ ഏത് നടത്താറുണ്ട്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് occurs just before the onset of unfavorable condition or adverse condition. ഓക്കെ, അതാണ് നമ്മളിവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത്. ഇൻ ഓർഗാനിസം വിത്ത് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ ലൈക്ക് ആൽഗെ ആൻഡ് ഫഞ്ചി, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ദ കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അവൻ്റെ ഫേവറബിൾ സീസണിൽ അവൻ നടത്തുന്ന റീപ്രൊഡക്ഷൻ ഏതായിരിക്കും? അസെക്ഷൽ. എന്നാൽ ദേ പെർഫോം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ occurs ജസ്റ്റ് ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് അഡ്വേഴ്സ് ഓർ അൺഫേവറബിൾ കണ്ടീഷൻ. ജീവിക്കാൻ പറ്റാത്ത കാലാവസ്ഥ വന്ന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും അവൻ ഏത് റീപ്രൊഡക്ഷൻ നടത്തുക? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, നോക്കി വെച്ചോളുമല്ലോ. വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കി വെച്ചോളൂ. സ്റ്റേറ്റിനും ചോദിക്കാം, സ്റ്റേറ്റ് എക്സാമിനും ചോദിക്കില്ല എന്നല്ല. അതേപോലെ മറ്റൊന്ന്, നമ്മുടെ ലോവർ ഫോംസ് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട് കാണുന്ന ഹയർ പ്ലാന്റ് ഫോംസ്, ദാറ്റ് മീൻസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അങ്ങനെയൊക്കെ പെടുന്ന ഹയർ പ്ലാന്റ് ഫോംസിൽ അവിടെയും ഉണ്ട് സെക്ഷുവൽ മെത്തേഡും ഉണ്ട്, അസെക്ഷുവൽ മെത്തേഡും ഉണ്ട്. ബട്ട് അവൻ കോമൺ ആയിട്ട് നടത്തുന്ന റീപ്രൊഡക്ഷൻ ഏതാണ്? സെക്ഷുവൽ മെത്തേഡാണ്. സെക്ഷുവൽ മെത്തേഡ് എഫക്റ്റീവായിട്ട് വരാത്ത പ്ലാറ്റ്ഫോംസിലോ അല്ലെങ്കിൽ ചില സെക്ഷുവൽ മെത്തേഡ് എഫക്റ്റീവ് ആണെങ്കിലും ചില മെമ്പേഴ്സ് അസെക്ഷുവൽ റീപ്രൊഡക്ഷനും കാണിക്കും. അതാണ് നമ്മൾ പഠിച്ച ടോപ്പിക്കായ വെജിറ്റേറ്റീവ് മെത്തേഡ്. അപ്പം ഹയർ പ്ലാറ്റ്ഫോംസ് കോമൺ ആയിട്ട് നടത്തുന്ന റീപ്രൊഡക്ഷൻ സെക്ഷുവലും, അത് കൂടാതെ ചില മെമ്പേഴ്സ് ഏത് റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്? അസെക്ഷുവലും. അതിൽ വെജിറ്റേറ്റീവ്. അവിടെ ഫേവറബിളോ അൺഫേവറബിൾ എന്നോ ഒന്നുമില്ല. they exhibit sexual and asexual reproduction. Asexual ഏതാണ്? വെജിറ്റേറ്റീവ്.
Okay, mode of reproduction. Clear? Doubt illalo? Then the last number, hair animals, or most of the animals. Most of the animals commonly exhibit sexual method of reproduction. അവൻ ഏതേ നടത്താറുള്ളൂ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ അത്ര കോമൺ അല്ല, അല്ലെങ്കിൽ റയർ ഒക്കറൻസ് ആണ്. കോമൺ ആയിട്ട് അവൻ നടത്തുന്ന റീപ്രൊഡക്ഷൻ ഏതാണ്? അനിമൽസിൽ കൂടുതൽ ശതമാനം ആൾക്കാർ ഏതാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതാണ് ഈ മോസ്റ്റ് ഓഫ് ദി ആനിമൽസ് ദേ ഷോ ഓൺലി സെക്ഷൽ മെത്തേഡ്. ഏതാണ്? സെക്ഷൽ മെത്തേഡ് മാത്രമേ കാണാറുള്ളൂ. നമ്മുടെ ടെക്സ്റ്റിലെ SCERT അല്ലെങ്കിൽ NCERT ടെക്സ്റ്റിലെ 8ാമത്തെ പേജിൽ, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന് തൊട്ട് മുമ്പുള്ള പാരഗ്രാഫിൽ ഒരു ചോദ്യം അതിനകത്ത് പറയുന്നുണ്ട്. ആ ചോദ്യമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹൗ സെക്ഷൽ റീപ്രൊഡക്ഷൻ എനേബിൾസ് ഓർഗാനിസംസ് ലൈക്ക് ആൽഗെ ആൻഡ് ഫംജി ടു സർവൈവ് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ. ഒന്നുകൂടെ പറയാം. ഹൗ സെക്ഷൽ റീപ്രൊഡക്ഷൻ എനേബിൾസ് ഓർഗാനിസംസ് ലൈക്ക് ആൽഗെ ആൻഡ് ഫംജി ടു സർവൈവ് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെ ജീവജാലങ്ങളായ ആൽഗയിലും ഫംജിയിലും ജീവിക്കാൻ പറ്റാത്ത കാലാവസ്ഥയിൽ നിലനിൽക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ഓക്കെ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യന് ഒരു റീസൺ ഇങ്ങനെ എഴുതാം. അതായത് നമ്മൾ പഠിച്ചതാണ് നേരത്തെ, അത് വെച്ചിട്ട് നമുക്ക് ഒരു റീസൺ ഇങ്ങനെ എഴുതാം. ഇൻ ആൽഗെ ആൻഡ് ഫംജി ദ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ സൈഗോട്ട് undergo a period of rest by secreting a thick wall around it. This thick wall helps them to resist desiccation and damages. So it can survive in that unfavorable condition. On the return of favorable season, this zygote undergo meiotic division and develops into a new organism. Okay. അതേപോലെ മറ്റൊരു റീസൺ നമുക്ക് എഴുതാവുന്നത്, അതായത് ഇപ്പോൾ ഒന്നാമത് പറഞ്ഞ റീസൺ ഇതാണ്. അതായത് ആൽഗയും ഫംജിയും പോലുള്ള ജീവജാലങ്ങളിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രോഡക്റ്റായ സൈഗോട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചാൾ എന്ത് ചെയ്യുന്നു? വിശ്രമിക്കുന്നു. അവന് ജീവിക്കാൻ പറ്റാത്ത ആ കാലാവസ്ഥയിലാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാലാവസ്ഥയിൽ അവൻ എന്ത് ചെയ്യുന്നു? ഒരു കട്ടി കൂടിയ സെൽ വോൾ സെക്രീറ്റ് ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യുന്നു? വിശ്രമിക്കുന്നു. എപ്പം ജീവിക്കാൻ ആ തിക്ക് വോളിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അവന് വരൾച്ചയും അതേപോലെ തന്നെ മറ്റ് ഡാമേജസിനെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. എപ്പം ഫേവറബിൾ സീസൺ തിരിച്ചു വരുന്നോ അന്നേരം ഇതെന്ത് ചെയ്യും? ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് പുതിയ ഓർഗാനിസമായിട്ട് മാറും, അല്ലേ? അതാണ് ഒരു റീസൺ നമുക്ക് എഴുതാവുന്നത്. അതേപോലെ മറ്റൊരു റീസൺ നമുക്ക് ജനറലായിട്ട് പറയാവുന്നത് ഇതാണ്: ഓസ്പ്രിങ് പ്രൊഡ്യൂസ്ഡ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഷോ വേരിയേഷൻ. Okay, this variation helps them to adapt that changing environment. As a result, it helps them to survive in that adverse condition. Okay, ഇത് ഒരു റീസൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ രണ്ട് പേരൻസിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് അവിടെ എന്ത് കാണിക്കുമെന്ന് നമുക്കറിയാം? വേരിയേഷൻസ് കാണിക്കും, അല്ലേ? ആ വേരിയേഷൻസ് ആ ചുറ്റുപാടിലുണ്ടായ മാറ്റം എന്തോ അതിനെ അതിജീവിക്കാനായിട്ട് അവനെ സഹായിക്കും. അതിൻ്റെ ഫലമായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ആ ജീവിയെ നിലനിന്ന് പോകാനായിട്ട് സഹായിക്കുമെന്നാണ് ഒരു റീസൺ നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിൽ ഏത് റീസൺ വേണമെങ്കിലും എഴുതാം, അത് നോക്കി വെച്ചുകൊള്ളുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.